എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് മോളി റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആവോലി ഫിഷാണ് എടുത്തത്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഒരു 600 ഗ്രാം ആവോലി ഫിഷാണ്. അതിൻ്റെ തലയും വാലും മാറ്റിയിട്ടുണ്ട്. നടുവിലെ പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് തേങ്ങാപ്പാലാണ്. അര മുറി തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള 1-ാം പാലും 2-ാം പാലും, പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതും, ഒരു വലിയ സവാള തിൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തിന്നായിട്ട് തന്നെ അരിയണം. ഒരു 8 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ജൂലിയൻ കട്ടായിട്ടാണ് മുറിച്ചത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സൈഡ് ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് കുക്കായി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് കുക്കായി വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഈ ബാക്കി വന്ന വെളിച്ചെണ്ണ ഒരു വലിയ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ചുകൂടെ 1 ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഒരു 3 പച്ചമുളകും 1 ഇഞ്ച് കഷ്ണമുള്ളൊരു ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം സവാള ചേർക്കുക. നല്ലൊരു മൂത്ത മണം വരുന്നവരെ വഴറ്റി കൊടുക്കണം. ഈ സവാളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. സവാള നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരണം. സവാളയൊക്കെ നന്നായിട്ട് 2 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷമാണ് സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഈ കറിയിലെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഒരുപാട് പുളിയുള്ളൊരു കറിയല്ല, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് മതിയാവും. അതിന് ശേഷം മാത്രം 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകില്ല. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ചിലപ്പോൾ പിരിയാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് മഞ്ഞ കളർ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്തിട്ടില്ല. ഞാൻ സെയിം എണ്ണ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ കളർ വന്നത്. അതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീൻ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരുപാട് നേരം വേവുണ്ടാവില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് നോക്കിയതിന് ശേഷം കുരുമുളക് ചേർത്താൽ മതി. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നതാണ്. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ്, 10 അണ്ടിപ്പരിപ്പ് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം അരച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള 1-ാം പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. സ്പൂണിട്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ മീനൊക്കെ പൊട്ടിപ്പോവും. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്ത് വെച്ച തക്കാളി സ്ലൈസ് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഓഫ് ചെയ്താലും കുറച്ച് നേരം ഒന്ന് തിളച്ചുകൊണ്ടിരിക്കും. 1-ാം പാൽ വെച്ചതിന് ശേഷം കുറേ നേരം തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യണം. ഇനി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കുക. അതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ. എന്നാലേ ആ തക്കാളിൻ്റെ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പത്തിരി, നെയ്ച്ചോറ്, വെള്ളപ്പം എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് സ്പൈസി അല്ല. സ്പൈസി ഇഷ്ടമല്ലാത്തവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കറിയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.